മാസം അവസാനിക്കുകയാണ്. രാമായണശീലുകളാൽ നിറഞ്ഞ ഭക്തി നിർഭരമായ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ന്യൂസ് 18ലും ഇക്കഴിഞ്ഞ കർക്കിടക മാസക്കാലം രാമായണ പാരായണം ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയാണ് പ്രേക്ഷകരിലേക്ക് രാമായണം പകർന്നു നൽകിയത്. ഇന്ന് ശ്രീലക്ഷ്മി നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. പുതുതലമുറയിലെ ശ്രദ്ധേയായ ഒരു ഗായിക കൂടിയാണ് ശ്രീലക്ഷ്മി, സ്വാഗതം രാവിലെയിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, താങ്ക് യു. ശ്രീലക്ഷ്മി, എങ്ങനെയുണ്ടായിരുന്നു ഒരു മാസകാലത്തെ രാമായണ പാരായണം? ന്യൂസ് 18നോട് ചേർന്ന് നടത്തിയ ഒരു മാസകാലത്തെ രാമായണ പാരായണം, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ രാമായണം വീട്ടിൽ വായിക്കുന്നല്ലാതെ ഇങ്ങനെ ഒന്ന് ആദ്യമായിട്ടായിരുന്നു. ഇതിനും എത്ര കാലമായി ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 10-12 വർഷമായിട്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു രാമായണ മാസം അവസാനിക്കുകയാണ്, നമുക്കൊരു പാട്ട് വെച്ച് തുടങ്ങിയാലോ ഇന്നത്തെ രാവിലെ? ഉറപ്പായിട്ടും ഒരു പാട്ട് പാടിക്കും. മണി ജാനകി സൗമ്യേ ഇത്രി മണി ജാനകി സൗമ്യേ ഇത്രി ഭരതാദോല തോ ഭൂമി വേലയും ശ്രീരാമകഥ സുധാ രസപാനമു രാജമു ജേസുനേ രാമകഥ സുധാ. നന്നായിട്ടുണ്ട് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ ശബ്ദമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഞങ്ങളൊക്കെ രാവിലെ ഓഫീസിൽ വന്നിട്ടാണെങ്കിലും ഒരുപാട് നേരം കേൾക്കുന്നത് ശ്രീലക്ഷ്മിയുടെ രാമായണ പാരായണമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ തമ്മിൽ പറയായിരുന്നു, നല്ല ശബ്ദമാണ് ശ്രീലക്ഷ്മിയുടെ. എങ്ങനെയാണ് ഈ രാമായണ പാരായണത്തിലേക്ക് എത്തിയത്? രാമഭക്തിയാണോ? രാമഭക്തിയാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ വായിക്കും. രാമായണ മാസം ആകുമ്പോൾ വീട്ടിൽ അമ്മൂമ്മയൊക്കെ വായിക്കുമ്പോൾ ഒരു 2 പേജൊക്കെ ഞാൻ കുറച്ച് വെച്ച് വായിക്കുമായിരുന്നു. പിന്നീട് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് രാമായണം കൂടുതൽ നന്നായിട്ട് വായിക്കാനും, പിന്നെ ഞാൻ സംഗീതം പഠിക്കുന്നതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു ഈണത്തിൽ വായിക്കാനും ഞാൻ ശ്രമിച്ചായിരുന്നു. അത് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം ശാസ്ത്രീയ സംഗീതം പഠിച്ച ആളുകളാണെങ്കിൽ പോലും ഈ രാമായണ പാരായണം എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ശ്രീലക്ഷ്മി അത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രീലക്ഷ്മി വായിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ഈണത്തിലേക്ക് എത്തിയത്? അത് ഞാൻ പലരുടെയായിട്ട് കേൾക്കുമായിരുന്നു. പിന്നെ ഞാൻ സ്വയം ഇങ്ങനെ വായിച്ച് നോക്കും. ഓരോ ദിവസത്തെയും വായിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് വായിച്ച് നോക്കും സ്വയം. അങ്ങനെ. ശ്രീലക്ഷ്മി ഇപ്പോൾ 13 വർഷമായി ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നു എന്ന് പറയുന്നു. കച്ചേരികളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആ ഒരു വേദിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഗുരുക്കന്മാരുടെ പേരുകൾ, അച്ഛനും അമ്മയും എത്രത്തോളം സപ്പോർട്ട് തരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ശ്രീലക്ഷ്മിക്ക്? വലിയ സപ്പോർട്ടാണ് എനിക്കുള്ളത്. അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. പിന്നെ ഗുരുക്കന്മാരായാലും ഞാനിപ്പോൾ ആദ്യമായി സംഗീതം പഠിച്ചത് കോട്ടയം സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ്. സാർ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മാധവം മ്യൂസിക് സ്കൂൾ നടത്തുകയാണ്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞൊരു 8 വർഷമായിട്ട് ഞാൻ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി സാറിൻ്റെ ശിഷ്യയാണ്. ഈ 2 സാറുമാരും ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും അല്ലാതെ എൻ്റെ ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ
എനിക്ക് പാട്ടിലൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയും പാട്ടിൻ്റെ ലോകത്തേക്ക് തന്നെ ഇറങ്ങാനാണോ തീരുമാനം? വേറെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ ഭാവിയിലേക്ക്? ഞാൻ പാട്ടെപ്പോഴും പാഷനായിട്ട് കൂടെ തന്നെ കൊണ്ടുപോകും, ഒരിക്കലും വിട്ടുകളയില്ല. പിന്നെ പ്രൊഫഷണലി ഞാനിപ്പോൾ അടുത്തൊരു കോളേജ്, ഞാനിപ്പോൾ +2 കഴിഞ്ഞു, കോളേജ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കോളേജിലും ഇനി പാട്ട്, ഒരു വലിയ പാട്ടുകാരിയായി മാറാനുള്ള പ്ലാനിങ്ങിലാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണല്ലേ? അതെ. ഇനിയിപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടും. കോളേജിൽ ഒരുപാട് ഇവൻ്റ് ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ ടീച്ചേഴ്സ് തന്നെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവുമല്ലോ, എല്ലാ ഗായകരെയും പോലെ തന്നെ എല്ലാ ഗായകർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവും. അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്തായാലും ശ്രീലക്ഷ്മി കോളേജിൽ പാടില്ലേ? ആ ഒരു പാട്ട് ഇവിടെയും കൂടെ പാടാൻ പറ്റുമോ? ഞാനെപ്പോഴും ഇഷ്ടപ്പെടുന്നത് ശാസ്ത്രീയ സംഗീതം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരെണ്ണം ഞാനിപ്പോൾ പാടാം. തുണ്ട് വെള്ളി വാണി തുണ്ട് വെള്ളി വാണി മുതലേന മത തുണ്ട് വെള്ളി വാണി മുതലേന മത തുണ്ട് വെള്ളി വാണി മുതലേന മാതാതുല ഗൊട്ടിനെല ഗുലജിയു നിജ ಬಂಟು ರೀತಿ ಕೋಲು ವಿಯವಯ್ಯ ರಾಮ ಬಂಟು ರೀತಿ ಕೋಲು ವಿಯವಯ್ಯ രാമ രാമ. ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ ഈ ന്യൂസ് 18 രാമായണ പാരായണം ഒക്കെ കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായമൊക്കെ എന്തായിരുന്നു? എല്ലാവരും എന്താണ് പറഞ്ഞത് ശ്രീലക്ഷ്മിനോട്? വലിയ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരുടെ അടുത്തു നിന്നും. അതുപോലെ യൂട്യൂബിൽ നിന്നായാലും ഒരുപാട് നല്ല കമൻസ് കിട്ടി. ഒരുപാട് പേര് കേട്ടു എന്ന് പറഞ്ഞു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. ചിലർക്ക് അതിൻ്റെ ഈണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ആരെങ്കിലുമൊക്കെ വിളിച്ചിരുന്നോ നന്നായിരുന്നു, നല്ല ഭംഗിയുണ്ട് കേൾക്കാന്നൊക്കെ പറഞ്ഞിട്ട്? അതെ, വിളിച്ചിരുന്നു. കാവാലം ശ്രീകുമാർ, അദ്ദേഹം ഒരു ദിവസം വിളിച്ച് നന്നായിരുന്നു എന്ന് പറഞ്ഞു. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു ഇത് വായിക്കുന്നത് കേട്ടിട്ട്? അച്ഛനും അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ അബ്രോഡാണ്, അമ്മയാണ് കൂടെ ഷൂട്ടിങ്ങിനൊക്കെ ഫുൾ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം വായിക്കാനുള്ളതൊക്കെ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം അമ്മയുടെ കൂടെയാണ്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. അപ്പോൾ ഇതിനു മുമ്പ് കച്ചേരികളൊക്കെ ഒരുപാട് വേദികൾ ചെമ്പൈ സംഗീതോത്സവത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ മറ്റേതെങ്കിലും വേദികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് കച്ചേരികളൊക്കെ? അമ്പലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 50-ൽ കൂടുതൽ സ്റ്റേജസിൽ ഇപ്പോൾ പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരും പിന്നെ ഏറ്റുമാനൂർ, വൈക്കത്തമ്പലം, അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ആയിട്ട് കച്ചേരികൾ ഒരുപാട് അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന അത്ര നിസ്സാരമായിട്ടുള്ള ഒരാളല്ല. ഒരുപാട് 50ഓളം പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അത് വലിയൊരു ഒരുപാട് കാലം പാട്ട് പഠിച്ച, ഒരുപാട് കാലം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച ഒരാൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് ശ്രീലക്ഷ്മിക്ക് തോന്നിയത്? സംഗീതം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ലല്ലോ. സിമ്പിൾ എന്നല്ല, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ എനിക്കതിനകത്ത് മാക്സിമം നന്നായി ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഭയങ്കര നന്നായി തന്നെ വരാറുണ്ട്. അതാണ് സംഗീതം. ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ ഈ ആദ്യം സംഗീതം അഭ്യസിക്കാൻ വേണ്ടി കൊണ്ടുപോയി ചേർത്ത ഒരാളുണ്ടാവുമല്ലോ വീട്ടിൽ, അച്ഛനും അമ്മയും ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, ആരായിരുന്നു അത്? അച്ഛനും അമ്മയും തന്നെയായിരുന്നു ആദ്യമായിട്ട് സംഗീതം പഠിക്കാനൊക്കെ. ആ ഒരു
സംഗീതം പഠിക്കാൻ അല്ലെങ്കിൽ സംഗീതം എനിക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും തന്നെയാണ് എന്നെ പാട്ട് പഠിക്കാനായിട്ട് ആദ്യമായി കൊണ്ട് ചേർത്തത്. ആദ്യം പാട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ശ്രീലക്ഷ്മിക്ക്? ആദ്യം പാട്ട് പഠിക്കാൻ ചേർന്നപ്പോൾ സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സന്തോഷ് കുമാർ എന്നാണ് സാറിൻ്റെ പേര്. സാർ ഒരുപാട് അന്ന് ഞാൻ ചെറുതായിരുന്നു, അപ്പോൾ സാറിന് ഭയങ്കര വാത്സല്യത്തോടെയാണ് അന്ന് പാട്ട് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു സപ്പോർട്ട് ഇപ്പോഴും, ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് പഠിക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടെയുണ്ട്. നമുക്കറിയാം ശ്രീലക്ഷ്മി, നാളെ ചിങ്ങം 1 അപ്പോൾ ഓണക്കാലം ഒക്കെ തുടങ്ങുകയാണ്. ഒരു ഓണപ്പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉറപ്പായിട്ടും. തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഉത്രാടപ്പൂക്കുന്നിന്നുച്ചിയിൽ പൊൻവേൽ ഇത്തിരി പൊന്നുരുക്കി, ഇത്തിരി പൊന്നുരുക്കി. കോടി മുണ്ടോടത്തും കൊണ്ടോടി നടക്കുന്ന കോമളബാലനാ ഓണക്കിളി, ഓണക്കിളി, ഓണക്കിളി. തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. നന്നായിരുന്നു ശ്രീലക്ഷ്മി. ഇനിയും ശ്രീലക്ഷ്മിക്ക് ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഇനി കോളേജിലേക്കൊക്കെ പോവാണ്. ഒരു വലിയ ഗായികയായി മാറട്ടെ. കച്ചേരികൾ പാടാനും ഇതുപോലെയുള്ള പാട്ടുകൾ പാടാനും ഒക്കെ ഒരുപാട് വേദികൾ ശ്രീലക്ഷ്മിക്ക് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും ന്യൂസ് 18ന്റെ പേരിൽ നേരുകയാണ്. താങ്ക് യു.